മാനേജർ പറഞ്ഞു വന്നതേ ഉള്ളൂ, നിനക്ക് റെഫറൻസ് എന്നെ കൊണ്ട് തരാൻ പറ്റത്തില്ല എന്ന രീതിയിൽ മാനേജർ പറഞ്ഞ മാനേജർ തീർത്തും കൈയൊഴിഞ്ഞു. അതോടുകൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ച എൻ്റെ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പായി. പിന്നെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് വേറൊരു വഴിയില്ല. എനിക്ക് വേറെ ആരും റെഫറൻസ് തരാനില്ല. അവിടെ എനിക്ക് ആരുമായിട്ടും പരിചയമില്ല. അവിടെ ആരോട് ചോദിച്ചാലും റെഫറൻസ് ഇല്ല. കാരണം മാനേജ്മെൻറ്റ് ലെവലിലുള്ള ആരോടും എനിക്ക് കമ്പനിയില്ല, ആരെയും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ നൈറ്റ് ഡ്യൂട്ടി ഇൻചാർജായ മാനേജർ എൻ്റെ അടുക്കൽ ഇങ്ങോട്ട് വന്നിട്ട്, ഞാൻ ആ സമയത്ത് തന്നെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിൻ്റെ കൂടാണ്ട് തന്നെ ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് കൂടി ഇട്ടിരുന്നു. അപ്പം ഒരു യാദൃശികമായിട്ട് ഈ നൈറ്റ് ഡ്യൂട്ടി ഇൻചാർജ് മാനേജർ, അവിടുത്തെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ ആയിട്ടുള്ള ആൾ എൻ്റെ അടുക്ക വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, നീ ഇവിടുന്ന് പോകുമെന്ന് കേട്ടല്ലോ, നിനക്ക് എന്നാ വേണ്ട, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആക്ച്വലി ഒരാളോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കാര്യം, അറിഞ്ഞ കാര്യം. അവർ മാനേജ്മെൻറ്റ് ലെവലിൽ ഡിസ്കസ് വന്നപ്പം അവരറിഞ്ഞതായിരിക്കാം. ഞാൻ പക്ഷേ ഇവരോട് സമ്മതിച്ചു, ഞാൻ പോകുന്ന കാര്യം സമ്മതിച്ചു. ഉടനെ തന്നെ അവരെന്നോട് പറഞ്ഞു, നിനക്ക് വേണ്ട റെഫറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഭയങ്കരമായ രീതിയിൽ മെൻ്റലി സ്ട്രെസ്ഡ് ആണ്. അപ്പം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ തന്നെ എൻ്റെ ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ച പ്രോസസ്സ് എല്ലാം ഡ്രോപ്പായി. NHSൻ്റെ ആപ്ലിക്കേഷനെല്ലാം അവർ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ഒരുപാട് സ്ട്രെസ്സ് ചെയ്തിരുന്ന ഒരു NHSൻ്റെ ആപ്ലിക്കേഷൻ അവരെന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. എന്നോട് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ നിനക്ക് താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ റെഫറൻസിൻ്റെ കാര്യങ്ങളെല്ലാം കഴിച്ചു. അങ്ങനെ എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു. എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. അവർ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എനിക്ക് അതുവരെ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെയും പെട്ടെന്ന് ഏറ്റുവന്നു. ആ ഹോസ്പിറ്റലുകാർ ഭയങ്കര സ്ലോ ആയിരുന്നു ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലെ പ്രോസസ്സൊക്കെ. അത് കഴിഞ്ഞപ്പോഴേക്കിനും എനിക്ക് വേണ്ടുന്ന ഓഫർ ലെറ്റർ, സ്പോൺസർഷിപ്പ് എല്ലാം അവർ തന്നു. അപ്പോഴേക്കിനും എനിക്ക് പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ആരുമില്ല, നമ്മൾ തന്നെ വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പം ഞാൻ, എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആളില്ല. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആദ്യമേ മാതാവിനോട് ഉടമ്പടിയിട്ട് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് സെപ്റ്റംബർ 30 എനിക്ക് പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്യണം. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്ക് സെപ്റ്റംബർ 30 ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് ഞാൻ മറന്നുപോയിരുന്നു. ആ ഒരു കാര്യമേ അന്നത്തെ സമയം മറന്നുപോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ പ്രോസസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ആയി. അപ്പോഴേക്കിനും ഓഗസ്റ്റ് മാസം ആകാറായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത്, സെപ്റ്റംബർ മാസം ഞാൻ അങ്ങനെ ചോദിച്ചിരുന്നല്ലോ എന്ന കാര്യം. ആ സമയത്ത് എനിക്ക് മുമ്പേ UK പരിചയമുണ്ടായിരുന്ന, UK ചെന്ന് ഏകദേശം ഒരു 10-20 വർഷം അവിടെ താമസ പരിചയമുള്ളതും അതുപോലെ തന്നെ ഇതുപോലെ ഈ റിക്രൂട്ട്മെൻറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നതുമായ ഒരു ചേച്ചി എനിക്ക് അറിയായിരുന്നു. ആ ചേച്ചി എന്നെ യാദൃശ്യമായിട്ട് കോൺടാക്ട് ചെയ്തു. ആ ചേച്ചിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ചേച്ചിയോട് വേറെ യാതൊരു കോൺടാക്റ്റ് ഇല്ലാത്ത ഒരാളാണ്. ആ ചേച്ചി എന്നോട് ഇങ്ങോട്ട് വന്ന് എനിക്ക് വേണ്ട എല്ലാ ഗൈഡൻസും തന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും ആരെയൊക്കെയാണ് സമീപിക്കേണ്ടതെന്നും വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം പ്രോസസ്സുകളാണ് ഞാൻ ചെയ്യേണ്ടതെന്നും എല്ലാം ഒരു ഏജൻസിനെ പോലെ ആ ചേച്ചി നിന്ന് കൂടെ വന്ന് എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് ആ ചേച്ചി തന്നെ നല്ലൊരു സൊളിസിറ്ററിൻ്റെ അടുക്ക് ചെന്ന് എൻ്റെ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. വിസ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ വിസ സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കിനും എനിക്ക് അപ്പോഴും എൻ്റെ മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ എൻ്റെ നിലവിലുള്ള വിസ